എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ തിരുവാതിര സ്പെഷ്യൽ റെസിപ്പി കൂവക്കുറുക്ക്, കൂവ വരട്ടിയത് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പ്രധാന വിഭവമാണ് തയ്യാറാക്കുന്നത്. തിരുവാതിര നാളിലെ പ്രധാന വിഭവമാണ് ഇത്. എല്ലാവർക്കും തിരുവാതിര ദിനാശംസകൾ. ആരോഗ്യപരമായ പല ഗുണങ്ങളും നൽകാൻ നമ്മുടെ നാടൻ ഭക്ഷണങ്ങൾ സഹായിക്കുന്നുണ്ട്. പണ്ടുകാലം മുതൽ തലമുറകൾ കൈമാറി വന്ന ഇത്തരം രീതികൾ ആരോഗ്യപരമായ ഗുണങ്ങൾ നൽകുന്നവയുമാണ്. ഇത്തരം നാടൻ ഭക്ഷണങ്ങളിൽ ഒന്നാണ് കൂവ. കിഴങ്ങുവർഗത്തിൽപ്പെട്ട ഇതിൻ്റെ പൊടി കൂവനൂറ് എന്ന പേരിൽ കുറുക്കി കഴിക്കാറുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കുമെല്ലാം ഒരുപോലെ ആരോഗ്യകരമായ ഭക്ഷണവസ്തുവാണ് ഇത്. ഭക്ഷണം മാത്രമല്ല, മരുന്നായും ഇത് ഉപയോഗിക്കാം. കൂവ ആരോ റൂട്ട് എന്ന പേരിൽ വിപണിയിൽ ലഭിക്കുന്നുണ്ട്. ആരോ റൂട്ട് ബിസ്ക്കറ്റ് ഏറെ പ്രസിദ്ധമായ ഒന്നുമാണ്. കൂവനൂറ് തിരുവാതിര പോലുള്ള പല ആഘോഷങ്ങൾക്കും വ്രതാനുഷ്ഠാനങ്ങൾക്കുമെല്ലാം ഉപയോഗിക്കാറുണ്ട്. ഇത് ആരോഗ്യപരമായ പല ഗുണങ്ങൾ നൽകുന്ന ഒന്നുകൂടിയാണ്. ഇതിൽ കാൽസ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം, ഫോസ്ഫറസ്, അയൺ, സിങ്ക്, സെലീനിയം, കോപ്പർ, സോഡിയം, വൈറ്റമിൻ എ, വൈറ്റമിൻ സി, നിയാസിൻ, തയാമിൻ തുടങ്ങിയ ധാരാളം പോഷകങ്ങൾ അടങ്ങിയ ഒന്നാണിത്. കൂവനൂറ് ശരീരത്തിന് ഊർജം നൽകാൻ ഏറെ നല്ലതാണ്. ദിവസം മുഴുവൻ ഉന്മേഷം ലഭിക്കാൻ സഹായിക്കുന്ന ഒന്നാണിത്. കൂവനൂറ് തയ്യാറാക്കുമ്പോൾ ചേർക്കുന്ന ശർക്കരയും ശരീരത്തിന് ഏറെ എനർജി നൽകുന്ന ഒന്നു തന്നെയാണ്. ഇത് വ്രതാനുഷ്ഠാനങ്ങൾക്ക് കഴിക്കുന്നതിൻ്റെ ഒരു കാരണം ഇത് നൽകുന്ന എനർജി തന്നെയാണ്. എല്ലിൻ്റെ ആരോഗ്യത്തിന് ഏറെ ഉത്തമമായ ഒന്നാണ് കൂവനൂറ്. കൂവ കാൽസ്യം സമ്പുഷ്ടമാണ്. ഇതിലെ കാൽസ്യം എല്ലുകൾക്ക് ഉറപ്പും ബലവുമെല്ലാം നൽകും. പ്രോട്ടീൻ സമ്പുഷ്ടമാണ് കൂവനൂറ്. ഇതുകൊണ്ട് തന്നെ തടി കുറയ്ക്കാൻ ഏറെ നല്ലതുമാണ്. അതുപോലെ കൊഴുപ്പാകട്ടെ തീരെ കുറവാണ് താനും. വിശപ്പ് മാറാൻ ഏറെ ഉത്തമമാണിത്. അനീമിയയ്ക്കുള്ള നല്ലൊരു മരുന്ന് കൂടിയാണ് അയൺ സമ്പുഷ്ടമായ കൂവയെന്ന ഈ കിഴങ്ങിൻ്റെ പൊടി. ഇത് കഴിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും രക്തക്കുറവ് പരിഹരിക്കാൻ സഹായിക്കും. ഇത് ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. അതുപോലെ വയറിൻ്റെ ആരോഗ്യത്തിനും ദഹന പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തമമായ ഒരു മരുന്നാണ് കൂവനൂറ്. ഇത് ആസിഡ് ആൽക്കലി ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്നു. ഇതിൽ കാൽസ്യം ക്ലോറൈഡ് ഉണ്ട്. ഇതാണ് ഇതിന് സഹായിക്കുന്നത്. ആസിഡിറ്റി, ഗ്യാസ് പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു മരുന്ന് കൂടിയാണിത്. ഇതിലെ മഗ്നീഷ്യം നല്ല ഉറക്കത്തിന് സഹായിക്കുന്ന ഒരു മരുന്നാണ്. ഇൻസോമിനിയ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു മരുന്നാണിത്. ഉറക്ക പ്രശ്നങ്ങളുള്ളവർ കൂവനൂറ് കഴിക്കുന്നത് ഏറെ നല്ലതാണ്. ദഹിക്കാൻ എളുപ്പമായതിനാൽ രാത്രിയിലും ഇത് കഴിക്കാം. ദഹന പ്രശ്നം കാരണം നല്ല ഉറക്കം തടസ്സപ്പെടില്ല. പൊട്ടാസ്യം സമ്പുഷ്ടമായ കൂവ കിഡ്നിയുടെ ആരോഗ്യത്തിനും BP നിയന്ത്രിക്കാനുമെല്ലാം ഏറെ നല്ലതാണ്. ഇതുകൊണ്ട് തന്നെ ഹൃദയാരോഗ്യത്തിനും ഏറെ ഉത്തമമായ ഒരു മരുന്നാണ് കൂവനൂറ്. ഗ്ലൂട്ടൻ അലർജി കാരണം ഗോതമ്പ് പോലുള്ളവയോട് അലർജി ഉള്ളവരുണ്ട്. ഇവർക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ലൊരു ഭക്ഷണവസ്തുവാണ് ഇത്. ഇതിൽ അലർജി കാരണമാകുന്ന ഗ്ലൂട്ടൻ അടങ്ങിയിട്ടില്ല. ഗർഭസ്ഥ ശിശുവിൻ്റെ തലച്ചോറിൻ്റെ വികാസത്തിന് ഏറെ അത്യാവശ്യമാണ് ഫോളേറ്റ് അഥവാ ഫോളിക് ആസിഡ്. ഇത് കൂവയിൽ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ ഗർഭകാലത്ത് ഇത് കഴിക്കുന്നത് നല്ലതാണ്. മാത്രമല്ല, ഗർഭകാലത്ത് വയറിനുണ്ടാകുന്ന അസ്വസ്ഥതകൾ, ഛർദി, മനംപുരട്ടൽ തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കുമുള്ള നല്ലൊരു പ്രതിവിധിയാണിത്. ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും ഇത് ഏറെ ഉത്തമമാണ്. നാം ഉപയോഗിക്കുന്ന പല ടാൽക്കം പൗഡറുകളിലും ഇത് മുഖ്യ ചേരുവയാണ്. ചർമ്മത്തിലുണ്ടാകുന്ന ചൊറിച്ചിലിനും അലർജിക്കുമെല്ലാം ഇത് പ്രതിവിധിയുമാണ്. ഇത് മുറിവുകളിൽ ഇടുന്നത് മുറിവുണങ്ങാനും സഹായിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ചർമ്മത്തിൽ പോലും ഇവ സുരക്ഷിതമായി ഉപയോഗിക്കാം. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പോലുള്ള പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പ്രതിവിധിയാണ് കൂവ. ഇതിൻ്റെ ആൻറ്റിസെപ്റ്റിക് ഗുണങ്ങളാണ് ഈ പ്രയോജനം നൽകുന്നത്. ഇടയ്ക്കിടെ ഈ പ്രശ്നം വരുന്ന സ്ത്രീകൾ ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്തുന്നത് ഏറെ ഗുണകരമാണ്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുള്ള കൂവപ്പൊടി കൊണ്ട് കൂവക്കുറുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് കൂവക്കുറുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ കൂവപ്പൊടി കൊണ്ടാണ് ഇതുണ്ടാക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതീവ രുചികരമാണ് ഈ കൂവക്കുറുക്ക്.
കൂവപ്പൊടി നല്ല ശുദ്ധമായത് ഒരു ചെറിയ പാക്കറ്റിന് തന്നെ 100 തൊട്ട് 120 രൂപ വരെ ഉണ്ട്. നമ്മൾ കൂവക്കിഴങ്ങ് വാങ്ങി കൂവപ്പൊടി തയ്യാറാക്കുന്നതാണ് നല്ലത്. നമ്മൾ ഇന്ന് 3/4 കപ്പ് കൂവപ്പൊടിയാണ് എടുക്കുന്നത്. ഏകദേശം 100 ഗ്രാം ഉണ്ടാവും. കൂവപ്പൊടി ഒരു പാത്രത്തിലേക്കിട്ട് നമ്മൾ എടുത്ത അളവിൻ്റെ 3 ഇരട്ടി വെള്ളമൊഴിക്കുക. ഇനി ഇത് കട്ടയില്ലാതെ ഇളക്കി യോജിപ്പിക്കുക. കൂവപ്പൊടി സ്റ്റാർച്ച് ആയതുകൊണ്ട് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഇത് പാത്രത്തിൻ്റെ അടിയിൽ അടിഞ്ഞുകൂടും. അതുകൊണ്ട് നല്ലപോലെ ഇളക്കി വേണം ഉപയോഗിക്കുവാൻ. ഇനി ഈ കുറുക്ക് കുറച്ച് സ്വാദ് കൂട്ടാൻ തേങ്ങ വറുത്ത് ചേർക്കാം. തേങ്ങ പൂണ്ട് ചെറിയ പീസായാണ് നമ്മൾ ചേർക്കുന്നത്. നിങ്ങൾക്കിതിന് പകരം തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. അതുപോലെ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും നെയ്യിൽ വറുത്തും ചേർക്കാവുന്നതാണ്. ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. തേങ്ങ കൊത്ത് വറുക്കാൻ ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തേങ്ങയുടെ പകുതി, അതായത് അരമുറി തേങ്ങ ചെറിയ പീസായി നുറുക്കിയത് ചേർത്ത് വഴറ്റുക. ഗോൾഡൻ കളറായാൽ വാങ്ങി ഒരു ബൗളിലേക്ക് കോരി മാറ്റി വയ്ക്കുക. അടുത്തതായി ഗ്യാസിൽ ഒരു പാത്രം വെച്ച് 1 കപ്പ് ശർക്കര പൊടിച്ചത് ചേർക്കുക. കൂടെ 1 കപ്പ് വെള്ളവും ചേർത്ത് ശർക്കര ഉരുക്കുക. ശർക്കരയ്ക്ക് വെല്ലം എന്നാണ് പാലക്കാട് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ അച്ചുവെല്ലമാണെങ്കിൽ 4 തൊട്ട് 5 എണ്ണം ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ശർക്കര ഉരുക്കുക. എത്ര നല്ല ശർക്കരയാണെങ്കിലും അരിക്കുന്നതാണ് നല്ലത്. ശർക്കര ഉരുകിയാൽ വാങ്ങി വയ്ക്കുക. അതിനുശേഷം ഗ്യാസിൽ ഒരു കടായി വയ്ക്കുക. അടി കട്ടിയുള്ള പാത്രം വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇത് നമ്മൾക്ക് വേണമെങ്കിൽ ഉരുളിയിലും തയ്യാറാക്കാം. കടായിലെ വെള്ളമയം വറ്റിയാൽ നമ്മൾ കലക്കി വെച്ച കൂവപ്പൊടി ഒന്നുകൂടി കലക്കി അരിച്ച് ഒഴിക്കുക. കുറച്ച് ചണ്ടി അരിപ്പയിൽ അടിഞ്ഞിട്ടുണ്ട്, ഇത് കളയുക. ഗ്യാസ് സിമ്മിൽ വെച്ച് വേണം ഇതെല്ലാം ചെയ്യുവാൻ. അല്ലെങ്കിൽ കൂവയും ശർക്കരപ്പാനിയും ഒഴിച്ച് ഒന്നിളക്കി യോജിപ്പിച്ചതിനു ശേഷം മാത്രം ഗ്യാസ് കത്തിക്കുക. കൂവ പെട്ടെന്ന് അടിപ്പിടിക്കും, അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യുക. ഇനി ഈ കൂവ മിശ്രിതത്തിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കരപ്പാനി അരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി കൈവിടാതെ ഇളക്കി കുറുക്കുക. അടിപ്പിടിക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഗ്യാസ് സിമ്മിൽ വെച്ച് തുടരെ ഇളക്കുക. ഇളക്കാനുള്ള സൗകര്യത്തിന് കുറച്ചുകൂടി വലിയ ഒരു പാനിലേക്ക് മിശ്രിതം ഒഴിക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് കുറുക്കിയെടുക്കാം. ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തുടരെ ഇളക്കിയാൽ ഒട്ടും തന്നെ അടിപ്പിടിക്കാതെ കൂവ കുറുക്കി വരും. ഇനി ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യൊന്നും യൂസ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഒന്ന് കുറുകി വരുമ്പോൾ വറുത്ത് വെച്ച തേങ്ങ കൊത്ത് ചേർത്ത് കൊടുക്കുക. വീണ്ടും 1 സ്പൂൺ നെയ്യ് ചേർക്കുക. നല്ല സ്വാദോടെ കഴിക്കണമെങ്കിൽ കുറച്ച് നെയ്യൊക്കെ ആവാം. ഇപ്പോൾ നമ്മുടെ കൂവ കുറുകി ഗ്ലാസി ടെക്സ്ചറിലേക്ക് വന്നിട്ടുണ്ട്. കാണാനും കഴിക്കാനും ഒരുപോലെ സ്വാദിഷ്ടമായ കൂവക്കുറുക്ക്, കൂവ ഹൽവ എന്നെല്ലാം വിളിക്കാവുന്ന ഈ കിടിലൻ വിഭവം സ്നേഹത്തോടെ എല്ലാവർക്കുമായി സമർപ്പിക്കുന്നു. ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി ഇതിൻ്റെ രുചി അറിഞ്ഞാൽ നിങ്ങളുടെ ഫേവറേറ്റ് വിഭവമായി ഇത് മാറും. നമ്മുടെ പരമ്പരാഗത ശൈലിയിൽ തയ്യാറാക്കിയ കൂവക്കുറുക്കിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇതുണ്ടാക്കി നോക്കി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവമായി കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും തിരുവാതിര ദിനാശംസകൾ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.